റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് നൗ. അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമവുമായി സംഘപരിവാർ. ഹിന്ദു ഐക്യവേദി പന്തളത്ത് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കും. സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിനെതിരെ ബിജെപി രാഷ്ട്രീയ പ്രചാരണവും നടത്തും. വി എസ് രഞ്ജിത്തും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത്. സംഘപരിവാർ സംഘടനകൾ അയ്യപ്പ സംഗമം ഒരു ബിസിനസ് താൽപര്യത്തോടെ നടക്കുന്ന പരിപാടിയാണ്, സർക്കാരിന്റെ ലക്ഷ്യം കച്ചവടമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഭക്തരുടെ ഒരു കൂട്ടായ്മ, അയ്യപ്പ ഭക്തരുടെ ഒരു കൂട്ടായ്മ, അതാണോ പന്തളത്തെ അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? പന്തളം കൊട്ടാരം നിർവാഹക സമിതി അടക്കം ഇതിന്റെ ഭാഗമാകും. വിജയ, തീർച്ചയായിട്ടും പന്തളം കൊട്ടാരത്തിന്റെ ഒരു പിന്തുണ സംഘപരിവാറിനും ബി.ജെ.പിക്കും ഹിന്ദു ഐക്യവേദിക്കും ഒക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പന്തളത്ത് വെച്ച് ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാം, ബദൽ സംഗമം പന്തളത്താവട്ടെ എന്നുള്ളത്. സർക്കാരിന്റെ സംഗമം പമ്പയിലാണെങ്കിൽ ബദൽ സംഗമം പന്തളത്താവട്ടെ എന്നുള്ളതാണ്. സമാന്തരമായി തന്നെ സംഘടിപ്പിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സമാന്തരം എന്ന് പറയുന്നത് പമ്പയിൽ സംഗമം നടക്കുന്ന അതേ കാലയളവിൽ തന്നെ, ഒരുപക്ഷെ ആ ദിവസം ആയിക്കൊള്ളണമെന്നില്ല, അതേ കാലയളവിൽ തന്നെ പന്തളത്തു മറ്റൊരു സംഗമം എന്നുള്ളതാണ് ഇപ്പോൾ സംഘപരിവാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ അയ്യപ്പ സംഗമത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് സംഘപരിവാറിനകത്ത് ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലെ NSS ഒക്കെ പറയുന്നത് പോലെ ചില ഉപാധികൾ മുന്നോട്ട് വെക്കാം. അപ്പോൾ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് തിരുത്തണം, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ പിൻവലിക്കണം. ഇങ്ങനെ NSS മുന്നോട്ട് വെച്ച ചില ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അയ്യപ്പ സംഗമത്തെ പരസ്യമായി എതിർക്കേണ്ടതില്ല എന്നൊരു നിലപാടായിരുന്നു BJP സംഘപരിവാറും ഒക്കെ എടുക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നിലപാടെടുത്ത് മുന്നോട്ട് വരാം എന്ന് BJPയും സംഘപരിവാറും തീരുമാനിക്കുകയും അയ്യപ്പ സംഗമത്തിന് ബദലായി മറ്റൊരു സംഗമം സംഘടിപ്പിക്കാൻ ഹിന്ദു ഐക്യവേദിയെ ചുമതലപ്പെടുത്തുകയും അയ്യപ്പ സംഗമത്തിന്റെ രാഷ്ട്രീയ മുഖം തുറന്നു കാണിക്കാൻ BJPയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. RSS നേരിട്ട് ഇടപെട്ട് ഈ തരത്തിലൊരു ചുമതല നൽകിയിരിക്കുകയാണ്. അതായത് ആചാര സംരക്ഷണത്തിന്റെ, വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിലുള്ള ഒരു വലിയ യോഗം, അത് പമ്പയിൽ നടക്കുന്നതിന് സമാനമായി ഹിന്ദു ഐക്യവേദി പന്തളത്ത് സംഘടിപ്പിക്കും. അതുപോലെ രാഷ്ട്രീയമായി ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ LDF സർക്കാരിന് അർഹതയില്ല എന്നുള്ള രാഷ്ട്രീയ പ്രചരണം അത് BJP നടത്തും. സ്വാഭാവികമായിട്ടും BJP ഉന്നയിക്കാൻ പോകുന്നത് രഹ്ന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും ഒക്കെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ച CPM-ഉം LDF സർക്കാരും ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് ഒരു പ്രായശ്ചിത്തമായി, അല്ലെങ്കിൽ നേരത്തെ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതൊരു കച്ചവട താല്പര്യമാണ്. പ്രത്യേകിച്ച് ശബരിമലയിൽ ഇങ്ങനെ സംഭാവന കൊടുക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ വേർതിരിച്ച് ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ, ബ്രോൺസ്, ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പ ഭക്തന്മാരെ വേർതിരിക്കാനുള്ള നീക്കം, ഇതൊക്കെ ഈ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി നടക്കുന്നു. അതൊരു കച്ചവട താല്പര്യമാണ്, അതിനകത്ത് രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് BJP പറഞ്ഞിരുന്നു. ആ പ്രചരണവുമായി BJP മുന്നോട്ട് പോകും. ബദൽ സംഗമം എന്ന് പറയുന്ന സംഘപരിവാറിന്റെ പരിപാടി നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹിന്ദു വോട്ട് ബാങ്കിൽ NSS ഒക്കെ സർക്കാരിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു, SNDP സർക്കാരിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു. ഈ NSSനെയും SNDPയും ഒക്കെ ഒരു പരിധിവരെ ഹിന്ദു ഐക്യവേദി പോലുള്ള സംഘടനകൾ അവരുടെ സംഘടനാ സംവിധാനവുമായി സംയോജിപ്പിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് CPM ഭരിക്കുന്ന LDF സർക്കാരുമായി ഒരു സഹകരണത്തിന് NSS മുതിരുന്നത്. ഈ ഘട്ടത്തിലാണ് ഇത്തരം സമുദായ സംഘടനകളെയും വിശ്വാസികളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടി ഹിന്ദു ഐക്യവേദിയെ സംഘപരിവാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വലിയ ബദൽ നീക്കമാണിപ്പോൾ സംഘപരിവാറിന്റെ ഭാഗത്ത് സർക്കാരിനെതിരെ ഉണ്ടാവുന്നത്.